ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു മൊമെൻറ്റ് ഇന്ന് നടക്കാൻ പോവാണ്. എന്താണെന്നല്ലേ, അങ്ങനെ ഒഫീഷ്യലി ഞാൻ ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ആവാൻ പോവുകയാണ്. ഇന്നാണ് എൻ്റെ സെറമണി. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ വന്നിരിക്കുകയാണ് ഇത് ഫംഗ്ഷന് വേണ്ടി. അപ്പം ഇവിടെയാണ് സെറിമണി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് ആലോചിച്ചെടുത്ത ഡിസിഷനാണ് കേട്ടോ. കാരണം ആ ഒരു ഡിസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം ഒരുപാട് ചിന്തിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിസിഷൻ ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് അല്ല. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു രാജ്യം കൂടിയാണ് കേട്ടോ UK. കാരണം ഞാൻ 2019 ആദ്യമായിട്ട് UK എത്തുമ്പം ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു വെറും കുഞ്ഞി 2 പെട്ടിയായിട്ട് മാത്രമാണ് ഞാൻ ഈ രാജ്യത്ത് വന്നിരുന്നത്. ഒരിക്കൽ പോലും ഞാൻ ഇവിടെ സർവൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്രയും കാലം നിൽക്കുന്നു ഒരു പ്രതീക്ഷ എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പം ഞാൻ ഒരു 6 വർഷം അല്ലെങ്കിൽ മുഴുവൻ ഒരു 6 വർഷമായിട്ട് ഞാൻ ഈ രാജ്യത്തുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്ന ഒരു രാജ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ജോബ്, NHS ഒരു ജോബ്, അതുപോലെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിലും അപ്പുറമായ ഒരു നല്ലൊരു വീട് എനിക്ക് മേടിക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മോൻ ഉണ്ടായത് ഈ രാജ്യത്താണ്. പിന്നെ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും ഇവിടെ തന്നെയാണ്. അങ്ങനെ എൻ്റെ ലൈഫിലും ഒത്തിരിയായി പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രി കൂടിയാണ് കേട്ടോ. ഒരുപാട് പേര് UK പറ്റി പല തരത്തിൽ കുറ്റം പറയുമ്പം ഞാൻ ഒരിക്കലും പറയില്ല. എന്നെ സംബന്ധിച്ച് ഐ ലവ് ദിസ് കൺട്രി ആൻഡ് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഈ ഒരു ഡിസിഷനിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ്. എന്ന് പറയാം, ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ആ എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ സെറിമണിക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ബാക്കിലാണ് നടക്കാൻ പോകുന്നത്. അവിടെ വീഡിയോസും ഫോട്ടോഗ്രാഫിയും ഒന്നും അവർ അലൗ ചെയ്യില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്സ് അങ്ങനെ അലൗഡ് അല്ല. നമുക്കൊരു ഗസ്റ്റിനെ മാത്രമേ അലൗ ചെയ്യുള്ളൂ. അതുകൊണ്ട് എത്രത്തോളം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ നിയമം നമ്മൾ പാലിക്കണം. അപ്പോൾ എന്താ, നമുക്കൊന്ന് പോയാലോ? അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഒഫീഷ്യലി ഞാൻ ബ്രിട്ടീഷ് സിറ്റിസണായി. എൻ്റെ സെറിമണി കഴിഞ്ഞു. നല്ല അടിപൊളി ഒരു ഇവൻ്റ് ആയിരുന്നു. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, എല്ലാവരോടും സംസാരിച്ചു. ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, പക്ഷെ എന്നാലും നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ ഭയങ്കര സന്തോഷം കേട്ടോ, വാക്കുകളൊന്നും കിട്ടുന്നില്ല. പ്രൗഡ് മൊമെൻ്റ് ആണ്. എൻ്റെ 6 വർഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഇത്. അങ്ങനെ ഒരുപാട് നാളത്തെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ്.